അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്. നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ക്ലാസ് റൂമിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇതൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൽ ഏതൊക്കെ തരത്തിലുള്ള ഡൈവേഴ്സിറ്റി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഓരോ കുട്ടിയും കൾച്ചറലി ഡിഫറെൻ്റ് ആണ്. ഓരോ കുട്ടിയുടെയും കളർ ഡിഫറെൻ്റ് ആണ്. ജെൻഡർ, ക്ലാസ്, റേസ് ഇതെല്ലാം ഓരോ കുട്ടികൾക്കും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പലരും പല റിലീജിയനിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ റിലീജിയസ് ഡിഫറൻസസ് നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ലിംഗ്വിസ്റ്റിക് ആൻഡ് ലാംഗ്വേജ് ഡിഫറൻസുകൾ എന്ന് വെച്ചാൽ എൻ്റെ നാട് പാലക്കാടാണ്. ഇപ്പം എന്നെ പിടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് ഒരു ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഷാശൈലിയും അവിടെയുള്ള ആൾക്കാരുടെ ഭാഷാശൈലിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൽ വരുന്ന ഡിഫറൻസുകൾ. അതേപോലെ തന്നെ ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ്. ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അക്കാഡമിക്കലി നല്ല IQ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് പറയുക. ടാലൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ ദാൻ അക്കാഡമിക്സ്, ഇപ്പോൾ സ്പോർട്സ്, മ്യൂസിക്, ആർട്സ്, ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നോക്കിയാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാൻ നല്ല കഴിവായിരിക്കും. പക്ഷേ ബാക്കി ചില കുട്ടികൾക്കോ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. സോ ആ രീതിയിലുള്ള ഡിഫറൻസുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ സ്ലോ ലേണേഴ്സും ഫാസ്റ്റ് ലേണേഴ്സും. ചില കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ചില കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല. പിന്നെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിപ്രൈവ്ഡ്, അതായത് സോഷ്യലി എക്കണോമിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഹിഡൻ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ലൈക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്, അതേപോലെ തന്നെ ഡിസ്ലെക്സിയ, അതേപോലെ തന്നെ ഡയബറ്റീസ്, ക്രോണിക് പെയിൻ, അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD എമംഗ് അതേഴ്സ്. അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള പല ഡിസേബിലിറ്റീസ് ഉള്ള കുട്ടികളും നമ്മുടെ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ കുട്ടികളും എന്താണ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്നൊക്കെ വല്ല ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഓരോ ഹെഡിങ്ങും സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് എന്താണ് സ്ലോ ലേണേഴ്സ് അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഹിഡൻ ഡിസബിലിറ്റീസ് അണ്ടർലൈൻ ചെയ്യുക, അതിൻ്റെ അടിയിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും സബ് ഹെഡിങ് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ താഴെ എഴുതാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കേ, സ്റ്റുഡൻസ് വിത്ത് സൈക്കാട്രിക് ഓർ അതർ കോഗ്നിറ്റീവ് ഡിസബിലിറ്റീസ്, അതായത് നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, വിസിബിൾ ഡിസബിലിറ്റീസ്, പിന്നെ ഡെഫ് ഓർ ഹാവ് എ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ്, സ്പെഷ്യൽ നീഡ്സ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കൊരു ക്ലാസ്സിൽ ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ ഈ ലാസ്റ്റ് രണ്ടാമത്തെ നോക്കിക്കേ, ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽ. അതിനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് ഈ ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്താം, നമ്മൾ ഏത് സ്റ്റൈലിലാണ് പഠിക്കുന്നതെന്നുള്ളത്. നോക്കിക്കേ, 3 തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈൽസ് ആണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ലേണേഴ്സ്. വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രിഫർ ടു സീ ആൻഡ് യൂസ് ഇമേജസ്, ഡയഗ്രാംസ് ആൻഡ് ചാർട്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്. അതായത് ചില കുട്ടികളുണ്ടായിരിക്കും നമ്മൾ ഇത്രയും വായ തോരാതെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നാൽ ആ പറയണ കാര്യം ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ ബോർഡിൽ വരച്ചിട്ടാൽ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും. അതേപോലെ തന്നെ ചില ആൾക്കാർ അവർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർമ്മയുണ്ടാവും, അതായത് ഇന്ന പേജിൽ ഇന്ന സൈഡിൽ ആ ഡയഗ്രാം ഉണ്ട്, അതായത് അവർക്ക് വിഷ്വലി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടായിരിക്കും. അതായത് കണ്ടുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓഡിറ്ററി ലേണേഴ്സ്, അതായത് ഇപ്പോൾ ടീച്ചർ എന്തൊക്കെ ഒരു കാര്യം ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അത് വായം കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതെ അവർക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, ലേൺ ബെസ്റ്റ് ത്രൂ ലിസണിങ്. ദേ ബെനിഫിറ്റ് ഫ്രം ലെക്ചേഴ്സ്, ഡിസ്കഷൻ ആൻഡ് ഓഡിയോ മെറ്റീരിയൽസ്. ഇങ്ങനെ അത് കേട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ കഥകളാണെങ്കിലും എല്ലാം കേട്ടുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരെയാണ് നമ്മൾ ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറയുന്നത്. ഫൈനലി കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് വെച്ചാൽ prefer hands-on experiences and learn through movement, touch and practical activities. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ഭാഗത്ത് ഇരുന്ന് പഠിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല, ഒന്നും ഇങ്ങനെ നടന്ന് പഠിക്കും. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ കാര്യം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്കൊന്നും ഫോൺ ചെയ്യാൻ പറ്റില്ല.
ഇങ്ങനെ നടന്നുകൊണ്ടേ ചെയ്യണം. പഠിക്കുകയാണെങ്കിലും അതെ, ഞാനൊക്കെ നടന്നുകൊണ്ടാണ് പഠിക്കുക. കാരണം നമ്മൾ ആ ഒരു മൂവ്മെൻറ്റിലൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനി മൂവ്മെൻറ്റിലൂടെ മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്തിനെങ്കിലും പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം, പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ലേണിംഗ് സ്റ്റൈൽസ് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത് ധാരാളമാണ്. എന്താണ് ഡൈവേഴ്സിറ്റി, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി ക്ലാസ് റൂമിൽ ഏതൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത് സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.